ഒരു ഞണ്ട് കടൽക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഊരി മത്സ്യം അവന്റെ അടുത്തെത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു: നാം ഇരുവരും ഓടിയാൽ ഞാനേ ജയിക്കൂ. ഞാൻ വാതു വയ്ക്കുന്നു. അപ്പോൾ ഞണ്ട് ചോദിച്ചു: ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? നീ ഇങ്ങനെ കടൽ തീരത്ത് ഇഴഞ്ഞു നടക്കുന്നത് കണ്ടിട്ടാണ്. എനിക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ഇരുവരും ഓടിയാൽ ഞാൻ തന്നെ ജയിക്കും. കൂരി പറഞ്ഞു. നീ നിന്റെ പക്ഷം ന്യായീകരിച്ചു. നന്നായി ഓടാൻ എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. നീ നിർബന്ധിക്കുന്ന പക്ഷം നമുക്ക് ഒന്ന് ഓടി നോക്കാം. ആർക്കാണ് വേഗം എന്ന് അറിയാമല്ലോ. ഞണ്ട് മത്സ്യത്തോട് യോജിച്ചു. എങ്കിൽ നാളെ രാവിലെ തന്നെയാകാം, ആവേശത്തോടെ കൂരി പറഞ്ഞു. നാളെ ഞാൻ ഇവിടെ തന്നെ കാണും. ആരാണ് വലിയ ഓട്ടക്കാരൻ എന്ന് നിശ്ചയിക്കാം. ഞണ്ട് തൻ്റെ സന്നദ്ധതയും അറിയിച്ചു. അങ്ങനെ അന്ന് അവർ പിരിഞ്ഞു. മത്സ്യം അത്യധികം സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് പോയത്. മത്സരത്തിൽ താൻ വിജയിക്കും എന്നതിൽ അവന് ഒട്ടും തന്നെ സംശയമുണ്ടായിരുന്നില്ല. അവൻ്റെ നോട്ടത്തിൽ ഞണ്ട് സാവധാനം ഇഴയുന്ന ഒരു കുഞ്ഞു ജീവി മാത്രം. എന്നാൽ ഞണ്ട് വെറുതെ ഇരുന്നില്ല. മത്സ്യം തിരിച്ചു പോയ ഉടനെ അവൻ തൻ്റെ അടുത്തു തന്നെയുള്ള സന്യാസി ഞണ്ടിനെ ചെന്ന് കണ്ട് വിവരം പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ മത്സരം തുടങ്ങുമ്പോൾ ആരെങ്കിലും സന്യാസി ഞണ്ടേ, താങ്കൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഞാനിവിടെയുണ്ട്, നിങ്ങളുടെ വലതുഭാഗത്ത് തന്നെ എന്ന് മറുപടി പറയണം എന്ന് ധരിപ്പിച്ചു. മത്സരം തുടങ്ങുന്നിടത്ത് നിലയുറപ്പിക്കേണ്ടത് 1-ാം നമ്പറുകാരനായ ഈ ഞണ്ടാണ്. ഈ സന്ദേശം മറ്റു ഞണ്ടുകൾക്കും ഞൊടിയിടയിൽ പകർന്നു. അങ്ങനെ അടുത്ത പ്രഭാതത്തിനു മുമ്പേ കടൽ തീരത്തുള്ള എല്ലാ സന്യാസി ഞണ്ടുകളും ഈ ഓട്ട മത്സരത്തെക്കുറിച്ച് അറിയുവാൻ ഇടയായി. അടുത്ത പ്രഭാതത്തിൽ ഞണ്ടുകളൊക്കെ മത്സരത്തിന് തയ്യാറായി. ചക്രവാളത്തിൽ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടതോടെ 1-ാം നമ്പർ ഞണ്ട് മത്സരത്തിൻ്റെ ആരംഭ ബിന്ദുവിൽ എത്തി. നിമിഷങ്ങൾക്കകം മത്സരം ആരംഭിച്ചു. കൂരി മത്സ്യം ഒറ്റ കുതിപ്പിന് വായുവിൽ ഉയർന്ന് വെള്ളത്തിൽ കൂപ്പുകുത്തി. അങ്ങനെ വായുവിൽ ഉയർന്നും വെള്ളത്തിൽ കൂപ്പുകുത്തിയും അവൻ അല്പസമയം കൊണ്ട് നാഴികകൾ പിന്നിട്ടു. 1-ാമൻ ഞണ്ടിനും അവനും ഇടയിൽ ഇപ്പോൾ നാഴികകളുടെ അന്തരമുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം കഴിഞ്ഞ് അവൻ കരയിലേക്ക് നോക്കി ചോദിച്ചു: സന്യാസി ഞണ്ടേ, നീ എവിടെയാണ്? കരയിലെ ഏതോ ഒരു ഞണ്ട് പറഞ്ഞുറപ്പിച്ച ആ മറുപടി എടുത്തു പറഞ്ഞു: ഞാൻ ഇവിടെ തന്നെയുണ്ടേ. അപ്പോൾ കൂരി ഞെട്ടി. ഇയാളെ എൻ്റെ ഒപ്പം കെട്ടിവച്ചിരിക്കുകയാണോ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ അതിവേഗം നീന്താൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് കരയിലേക്ക് നോക്കി അവൻ വീണ്ടും വിളിച്ചു ചോദിച്ചു. മുമ്പത്തെ അതേ മറുപടി തന്നെ അവൻ്റെ ചെവിയിൽ വന്ന് അലച്ചു. ഞണ്ട് ഒപ്പത്തിനൊപ്പം എത്തിയതായി കരുതി അവൻ വല്ലാതെ പരിഭ്രമിച്ചു. സർവശക്തിയും എടുത്ത് ചാട്ടുളി പോലെ അവൻ പാഞ്ഞു. വൈകുന്നേരമാവും വരെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ടു നീങ്ങി. ഒടുവിൽ ലക്ഷ്യത്തിലെത്തിയപ്പോൾ, അതായത് ദ്വീപിൻ്റെ അറ്റത്തെത്തിയപ്പോൾ, അതാ അവിടെ സന്യാസി ഞണ്ട് പരവശനായ മത്സ്യത്തിനരികിലേക്ക് എത്തി. ആ ഞണ്ട് ഇങ്ങനെ ചോദിച്ചു: ഓ, നീ എത്തിയല്ലേ? കൂരിക്ക് അന്നേരം ഉണ്ടായ സങ്കടം പറയുവാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. നിനക്ക് മുമ്പേ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു എന്ന് ഉറപ്പാണ്. എങ്ങനെയോ നീ എന്നെ ചതിച്ചു. അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. കണ്ണുനീരും. അങ്ങനെ പറയരുത്. നീ എന്നോട് ഇടയ്ക്കിടെ എവിടെ എത്തിയെന്ന് ചോദിച്ചില്ലേ? ഞാൻ അതിന് മറുപടി പറഞ്ഞല്ലോ. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നിന്റെ ഒപ്പം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേഗമുണ്ട്. ഞാൻ മുമ്പെത്തിയത് അതുകൊണ്ടല്ലേ? അതായിരുന്നു സന്യാസി ഞണ്ടിൻ്റെ മറുമൊഴി. കൂടുതൽ കേൾക്കാൻ കൂരിക്ക് കഴിഞ്ഞില്ല. കാരണം അവൻ അപ്പോഴേക്കും ശ്വാസം കിട്ടാതെ മരണത്തിന് കീഴ്പ്പെട്ടിരുന്നു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഏകകാല സമുദീയമാനതരുണാർക്ക കോടി സദൃശ സ്ഫുരദേഹകാന്തി ഭരധോരണീ മിളനലോഹിതീകൃത ദിഗന്ധരാം വാഗതീത വിഭവാം വിപദ്യഭയദായിനീം അഖിലമോഹിനീം ആഗമാർത്ഥമണിദീപികാം അനിശമാശ്രയേ ത്രിപുരസുന്ദരീം.
ഒരേ സമയം കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച് ഉയർന്നാൽ എത്രമാത്രം പ്രകാശം ഉണ്ടാകുമോ അത്രത്തോളമുള്ള ശരീരകാന്തിയുടെ ആധിക്യം കൊണ്ട് എല്ലാ ദിക്കുകളും അമ്മ ചുവപ്പിക്കുന്നു. വാക്കുകൊണ്ട് വർണ്ണിച്ചാൽ തീരാത്ത മാഹാത്മ്യ വൈഭവങ്ങൾക്ക് ഉടമയാണ് അമ്മ. അവിടുന്ന് ആപത്തിൽ അഭയം നൽകുന്നു. സർവമോഹിനിയും വേദവാക്യാർത്ഥങ്ങളുടെ അന്വേഷണത്തിൽ രത്നദീപവും ആയ ത്രിപുരസുന്ദരീ ദേവിയായ ജഗദീശ്വരി, എൻ്റെ അമ്മേ, രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ ഞാൻ അവിടുത്തെ തൃപ്പാദപത്മങ്ങളെ ആശ്രയിക്കുന്നു. ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള രൂപം അമ്മയുടേതാണ്. അതുകൊണ്ട് അമ്മയുടെ അതിഗംഭീരമായ ആ സൗന്ദര്യ സവിശേഷതയെ 4 അക്ഷരങ്ങൾ ഉള്ള ഒരു നാമരൂപമായി ഇതാ വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് ഇപ്രകാരം നൽകിയിരിക്കുന്നു. ചാരുരൂപ എന്ന ലളിതാ സഹസ്രനാമത്തിൽ 241 നാമമന്ത്രമാണ് അത്. ചാരുവായ രൂപമുള്ളവൾ, അതായത് അതിമനോഹരമായ രൂപമുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. അതിസുന്ദരമായ രൂപത്തോടു കൂടിയവൾ, എല്ലാ നേരവും ആകർഷണീയമായ സൗന്ദര്യത്തോടു കൂടിയതാണ് ദിവ്യമായ അമ്മയുടെ രൂപം. ഓം ചാരുരൂപായൈ നമഃ. ഓം ഓം ഹ്രേം ചാരുരൂപായൈ നമഃ. അമ്മയുടെ ചിരിയിൽ ആരാണ് മയങ്ങി വീഴാത്തത്? അതിമനോഹരമാണ് ജഗന്മാതാവിൻ്റെ പുഞ്ചിരി. അതുകൊണ്ടാണ് അടുത്ത നാമമന്ത്രത്തിൽ മനോഹരമായ മന്ദഹാസത്തോടു കൂടിയവൾ എന്ന അർത്ഥത്തിൽ ചാരുഹാസ എന്ന് വാഗ്ദേവതകൾ സ്തുതിക്കുന്നത്. പരമമായ ബ്രഹ്മാനന്ദത്തെ ഭക്തന്മാർക്ക് പ്രദാനം ചെയ്യുന്നതാണ് അവിടുത്തെ പുഞ്ചിരി. അതുകൊണ്ടാണ് ചാരുഹാസ എന്ന് അമ്മയുടെ മന്ദഹാസത്തെ വാഴ്ത്തുന്നത്. ഓം ചാരുഹാസായൈ നമഃ. ഓം ഓം ഹ്രേം ചാരുഹാസായൈ നമഃ. അടുത്ത നാമമന്ത്രം അമ്മ ശിരസിൽ ധരിച്ചിരിക്കുന്ന ചന്ദ്രക്കലയെ വിശേഷിപ്പിക്കുന്ന ഒന്നാണ്. ചാരുചന്ദ്രകലാധര എന്നാണ് ലളിതാ സഹസ്രനാമത്തിലെ 243 നാമമന്ത്രം. അതിമനോഹരമായ വൃദ്ധിക്ഷയങ്ങളൊന്നുമില്ലാത്ത ചന്ദ്രക്കലയെ ധരിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. അമ്മയുടെ ധ്യാന ശ്ലോകങ്ങളിലെല്ലാം തന്നെ ചന്ദ്രക്കല ആഭരണമായി ചേർത്ത് കാണുന്നുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ പ്രസിദ്ധമായ സിന്ദൂരാരുണ വിഗ്രഹം എന്ന് തുടങ്ങുന്ന ധ്യാന ശ്ലോകത്തിൽ തന്നെ താരാനായക ശേഖരാം എന്ന് കാണുന്നുണ്ടല്ലോ. ദേവി ഭാഗവതത്തിൽ ചന്ദ്രകല എന്ന് പേരുള്ള കാശി രാജകുമാരിക്ക് അമ്മ സ്വപ്നത്തിൽ ദർശനം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. അമ്മയുടെ കാമരാജമന്ത്രത്തിൻ്റെ ഉപാസകനായ സുദർശനൻ എന്ന രാജകുമാരനെ ഭർത്താവായി സ്വീകരിക്കണം എന്ന് ആ രാജകുമാരിയോട് അമ്മ നിർദ്ദേശിക്കുകയും അങ്ങനെ ചന്ദ്രകലാ രാജകുമാരിക്ക് നൽകിയ മാർഗനിർദ്ദേശം കാരണമായി ചന്ദ്രകലയ്ക്ക് ധരയായി ആധാരഭൂതയായി തീർന്നവൾ എന്നുള്ള അർത്ഥത്തിൽ സൗഭാഗ്യഭാസ്കരത്തിൽ ഈ നാമത്തെ വ്യാഖ്യാനിച്ചു കാണുന്നു. ഓം ചാരുചന്ദ്രകലാധരായൈ നമഃ. ഓം ഓം ഹ്രേം ചാരുചന്ദ്രകലാധരായൈ നമഃ. നമുക്ക് എപ്പോഴും ആനന്ദവും സന്തോഷവും നൽകുന്ന മന്ത്രങ്ങളാണ് ഇവ മൂന്നും. അമ്മയുടെ പുഞ്ചിരിക്കുന്ന അതിമനോഹരമായ മുഖവും ശിരസിൽ വിളങ്ങുന്ന ചന്ദ്രക്കലയും സദാസമയവും മനസ്സിൽ ഉണ്ടായാൽ ഒരിക്കലും രോഗമോ ദുരിതങ്ങളോ ദുഃഖമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. വാഗ്ദേവതകൾ ഭക്തർക്കായി നൽകിയ വളരെ ചെറിയതും എപ്പോഴും ഓർത്തിരിക്കാവുന്നതും ലളിതവുമായ 3 നാമമന്ത്രങ്ങളാണ് ഇവ. ധ്യാന ശ്ലോകത്തിൻ്റെ സഹായമില്ലാതെ തന്നെ അവിടുത്തെ ദിവ്യമായ വദനാരവിന്ദം മനസ്സിൽ സദാസമയവും തെളിഞ്ഞു വിളങ്ങുവാൻ
ഈ നാമമന്ത്രങ്ങൾ മാത്രം മതിയാകും. അമ്മ കൂട്ടായി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യും. അവിടുന്ന് എല്ലാവരെയും യഥേഷ്ടം അനുഗ്രഹിക്കട്ടെ എന്നും എപ്പോഴും എല്ലാവർക്കുമൊപ്പം അമ്മ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.